തൃശൂരിൽ വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി പടക്കമെറിഞ്ഞ കേസിൽ ഒബിസി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പിടിയിൽ. തൃശൂർ തളിക്കുളം സ്വദേശി ഭഗീഷ് പൂരാടനാണ് പിടിയിലായത്. ഇപ്പോൾ സാരംഗ് ചേരുന്നുണ്ട്. വിവരങ്ങളെ സാരംഗ്, ഇത് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത്? BJP പ്രവർത്തകനായ ശ്രീജിത്തും അറസ്റ്റിലായിട്ടുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. വിജി, ഈ സംഭവം നടക്കുന്നത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലപ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഈ പടക്കം എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പിടിയിലായിട്ടുള്ളത്. തൃശൂർ തളിക്കുളം സ്വദേശി ഭഗീഷ് പൂരാടനാണ് പിടിയിലായത്. അതോടൊപ്പം തന്നെ മറ്റൊരു BJP പ്രവർത്തകനായ തമ്പാൻകടവ് സ്വദേശി ശ്രീജിത്തും അറസ്റ്റിലായിട്ടുണ്ട്. രണ്ടുപേരിങ്ങനെ അറസ്റ്റിലായിട്ടുണ്ട്. തളിക്കുളം നമ്പിക്കടവ് ബീച്ച് സ്വദേശിയായ യുവതിയുടെ വീട്ടുമുറ്റത്തേക്കാണ് ഇവർ പടക്കമെറിഞ്ഞത്. ഇത് തടയാൻ ശ്രമിച്ച യുവതിയെയും ആ യുവതിയുടെ ഭർത്താവിനെയും ഇവർ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. സംഭവം ഇങ്ങനെയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 3 സീറ്റ് ലഭിച്ചതിൻ്റെ ഒരു ആഘോഷം ഇവർ ആഘോഷിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ യുവതിയുടെ ഭർത്താവ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി BJP പ്രവർത്തകനായിരുന്നു. പിന്നീട് BJPയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് മാറുകയായിരുന്നു. ഇതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പക മൂലമാണ് ഇത്തരത്തിൽ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ വിജയം ആഘോഷിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി പടക്കമെറിഞ്ഞത്. സംഭവത്തിന് ശേഷം ഇയാൾ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് അറസ്റ്റ് തടയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അത് നടക്കാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ അയാൾ റിമാൻഡിലാണ് ഉള്ളത്. ഇരുവരും റിമാൻഡിലാണ് ഉള്ളത്. വിജയ്, ശരി. സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് തൃശൂരിൽ വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി പടക്കമെറിഞ്ഞ കേസിൽ OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പിടിയിലായി എന്ന വിവരമാണ് പുറത്തേക്ക് വന്നത്.